സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എനിക്ക് ശേഷം ലോകാവസാനത്തിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട 4 അടയാളങ്ങൾ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്ന് അക്കൗട്ട് പഠിച്ചോണം. ഒന്ന് ഏറ്റവും വലിയ മഹായുദ്ധം നടക്കും. കുറെ യുദ്ധങ്ങൾ നടക്കും. ആ യുദ്ധം ഒന്നാമത്തെ അടയാളം ഇസ്തഹല്ലു ഫീഹി ദിമാ. ആ യുദ്ധം നടക്കുമ്പോ അതിന് മുസ്ലിമീങ്ങളുടെ ധാരാളം രക്തങ്ങൾ ചിന്തപ്പെടും. മഹാമാര് പറയുന്നുണ്ട്, ഈ അടയാളം കഴിഞ്ഞു. നിരപരാധികളായ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളുടെ രക്തം ചിന്തപ്പെട്ടു. ആ യുദ്ധം കഴിഞ്ഞു. അത് ഹജ്ജാജിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞു. ഹജ്ജാജിന്റെ കാലഘട്ടം സഹാബത്തിന് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബത്തുകളുടെ തല വെട്ടിയെടുത്ത ഹജ്ജാജിന്റെ കാലം. രണ്ടാമത്തെ അടയാളം പിന്നീട് ഒരു യുദ്ധമുണ്ടാകും. ആ യുദ്ധത്തിൽ യസ്തഗല്ലു ഫീഹി ദിമാഉ വൽ അംവാൽ. ആ യുദ്ധം നടക്കുമ്പോ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ രക്തവും അതോടൊപ്പം തന്നെ അവരെ സമ്പത്തും കൊള്ളയടിക്കപ്പെടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ യുദ്ധവും അടയാളവും കഴിഞ്ഞുപോയി. അതാണ് ചെങ്കിസ് ഖാന്റെ കാലഘട്ടത്തിൽ താത്താരികൾ ബഗ്ദാദിന്റെ നഗരത്തിൽ നടത്തിയ തീർവാഴ്ച. ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയവരെ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോയി താത്താരിയുടെ ചെങ്കിസ് ഖാൻ. അടയാളവും കഴിഞ്ഞുപോയി. ഇനി മൂന്നാമത്തെ അടയാളം. അവിടെയും ഒരു മൂന്നാമതൊരു യുദ്ധമുണ്ടാകും. യസ്തഗല്ലു ഫീഹി ദിമാഉ വൽ അംവാലു വൽ ചെറുപ്പക്കാരാ, ഇത് അവസാനത്തെ വാക്കാണ്. ആ യുദ്ധത്തിൽ യസ്തഗല്ലു ഫീഹി ദിമാഉ വൽ അംവാലു വൽ ഫുറൂർ. പാവപ്പെട്ട നിരപരാധികളായ മുസ്ലിമീങ്ങളുടെ രക്തവും അവരുടെ സമ്പാദ്യവും അതോടൊപ്പം തന്നെ വൽ ഫുറൂർ. അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുകയും ചെയ്യും. അതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാഖിലും അഫ്ഗാനിലും ചെച്ചനിയിലും ബോസ്നിയയിലും രണ്ട് പാവപ്പെട്ട നിരപരാധികളെ കൊന്നെടുക്കി അവരുടെ സമ്പത്തുകൾ കൊള്ളയടിച്ച് പാവപ്പെട്ട ഇറാഖിലെ പെണ്ണുങ്ങളെ മാനഭംഗം ചെയ്ത് വലിച്ചെറിയുമ്പോ മൂന്നാമത്തെ അടയാളം കണ്ടുകഴിഞ്ഞു. ഇറാഖിന്റെ വീരപുത്രന്റെ മരണത്തിനു ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ വീരപുത്രനാ സദ്ദാം. അങ്ങ് ധീരനാണ്. ആദ്യ കാലഘട്ടത്തിൽ അങ്ങേക്ക് പിഴവ് പറ്റിയെങ്കിലും ഇന്ന് ഞങ്ങൾ സമ്മതിക്കുകയാ, അങ്ങനെ ആൺകുട്ടിയാണ് സദ്ദാം. അങ്ങ് ധീരനാണ്. കടുമരത്തിലോട്ട് കയറിപ്പോഴും കുവൈറ്റ് അധിനിവേശത്തില് ഏറ്റവും വലിയ തെറ്റുപറ്റിയെങ്കിലും പിന്നീട് തൗബ ചെയ്തപ്പോ സദ്ദാമിനെ തൂക്കിലേറ്റുന്ന ദിവസം ഓർമ്മയുണ്ടോ? 2006 ഡിസംബർ 30 സദ്ദാമിനെ തൂക്കിലേറ്റുമ്പോൾ അന്താരാഷ്ട്ര ബഹുമതി ഇല്ലെങ്കിലും അന്ന് അല്ലാഹു ബഹുമതി നൽകിയ ദിവസമാ. അന്ന് സദ്ദാമിനെ ടൈഗ്രീസ് നദിയുടെ മറുഭാഗത്തുള്ള പട്ടാള ക്യാമ്പില് സദ്ദാമിനെ തൂക്കിലേറ്റാൻ പോകുമ്പോ കടുമരത്തിലേക്ക് സദ്ദാമിന്റെ കഴുത്തു നീട്ടി കൊടുക്കുമ്പോ അതേ സമയത്തുനിന്ന് വെളിപ്പെരുന്നാട് ദിവസമാ. യൂഫ്രട്ടീസിന്റെ മറുഭാഗത്തുള്ള പട്ടാള ക്യാമ്പില് സദ്ദാമിനെ കടുമരത്തിലേക്ക് കയറ്റുമ്പോ ആ യൂഫ്രട്ടീസിന്റെ മറുഭാഗത്തുള്ള 2000-ഓളം മുസ്ലിം പള്ളികളില് വൃദ്ധന്മാര് കുട്ടികളും ഉറക്കെ പറയുകയാ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആയിരക്കണക്കിന് തക്ബീറുകളുമായി 2000-ഓളം പള്ളികളിലെ തക്ബീർ വിളിക്കുമ്പോ അതേ സമയത്ത് ടൈഗ്രീസിന്റെ മറുഭാഗത്തുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പില് തൂങ്ങിയാടുന്ന കടുമരത്തിലേക്ക് മന്ദസ്മിതത്തോടെ സാമ്രാജ്യത്തിന്റെ നെഞ്ചു തകർത്ത വീരപുത്രന് സദ്ദാം നടന്നു പോകുമ്പോ ആ സദ്ദാമിന്റെ നേരെ മുഖം മൂടാൻ വേണ്ടി കറുത്ത തുണിയുമായി വന്ന സാമ്രാജ്യത്തിന്റെ പട്ടാളക്കാരനോട് നട്ടല്ലുണ്ടെങ്കിൽ മുഖം മറക്കാതെ തൂക്കിലേറ്റണ എന്ന് പറഞ്ഞിട്ട് നെഞ്ചു തൂണ്ടിയിട്ട് അവന്റെ നേരെ വിരല് ചൂണ്ടി അവന്റെ മുമ്പിൽ തൂക്കുമരത്തിലേക്ക് കയറിക്കുമ്പോ മന്ദസ്മിതം തൂകി സാമ്രാജ്യത്വത്തിന്റെ നെഞ്ചിടകത്തെ
മന്ദസ്മിതത്തിന് കഴിഞ്ഞെങ്കിൽ അത് സദ്ദാമിനാ. അവസാന കല്യാണ പന്തലിൽ നാണം കൂടിയിരിക്കുന്ന പുതുക്കി പെണ്ണ് മണവാളന്റെ കയ്യിൽ നിന്ന് പുതുമണവാട്ടി വരണമാലമെടുത്തിട്ട് കരുത്തിലിടുന്ന ലാഘവത്വത്തോടെ മരണത്തിന്റെ നിഴല് പോലെ തൂങ്ങിയാടിയ കൊലച്ചരടിനെ തന്റെ കരുത്തിലേക്ക് മന്ദസ്മിതത്തോടെ വാരിയെടുത്ത് കരിമരത്തിൽ കിടന്ന അവസാനത്തെ ശ്വാസം പടയുമ്പോ അതേവരെ നെഞ്ചിലേക്ക് ചേർത്തുപിടിച്ച് വിശുദ്ധമായ ഖുർആനെടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ കയ്യിലേക്ക് കൊടുത്ത് മരിക്കുന്നതിന് മുമ്പ് സദ്ദാം പറഞ്ഞത് രണ്ട് വാക്കാ. ഒന്ന് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ബലിക്കണ്ണുകൾ ഒരു കഴുകനെ പോലെ തൂക്കിലേറ്റുമ്പോ ആ സമയത്ത് കരുമരത്തിൽ പടയുമ്പോഴും ഉമർ മുഖ്താറിനെ പോലെ അബ്ദുൽ ഖാദിർ ജസായിരിയെ പോലെ പൊതുശത്രുവിനെതിരെ ഒന്നിക്കണേ. അമേരിക്ക നമ്മുടെ പൊതുശത്രുവാണ് പറഞ്ഞ് അവസാന സദ്ദാം പറഞ്ഞത് പിന്നെ ഒരൊറ്റ വാക്കാ, അലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശുദ്ധമായ കലിമത്ത് തൗഹീദ് പറഞ്ഞ് ടൈഗ്രീസിന്റെ കടുമരത്തിൽ പടഞ്ഞു വീടുമ്പോ ആ സദ്ദാം എന്ന ആൺകുട്ടിക്ക് ശേഷം സദ്ദാം അങ്ങ് ധീരനാണ്. ഒരാൺകുട്ടി ജനിക്കാതെ പോയപ്പോ ഒരു തൽമസാനിയെ പോലെ അബ്ദുൽ ഖാദിർ ജദാരിയെ പോലെ ഹസൻ ഖുദൈബിയെ പോലെ ലോകിമാമുദ്ദീൻ സഞ്ജിയെ പോലെ നൂറുദ്ദീൻ സംഘിയെ പോലെ ഒരാൺകുട്ടി പോലും ഇല്ലാതെ വന്ന് അറബ് ലോകം അടിമത്തം ഭാവിച്ചപ്പോ ഇനി നിങ്ങൾ തകരാൻ പോവുകയാ. ഈ അടയാളങ്ങളെല്ലാം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ തലേനാളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ മൂന്നടയാളങ്ങൾ കടന്നുപോയി. നാലാമത്തെ അടയാളം ഇതോടെ നമുക്ക് പിരിയാം. ഇനി ഒരാളും ഈ സദസ്സിൽ നിന്ന് എഴുന്നേക്കരുതേ. നാലാമത്തെ അടയാളം നാലാമതൊരു കൊടും യുദ്ധമുണ്ടാകും. കണ്ണും കാതുമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നെടുക്കുന്നൊരു യുദ്ധം വരും. ഏത് യുദ്ധമാ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, കണ്ണുമൂക്കുമില്ലാട് ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ചു മരിക്കുന്ന ഒരു യുദ്ധം വരും. കയറ് പൊട്ടി ചിന്ന ഭിന്നമായി പോകുന്നത് പോലെ അറബ് രാഷ്ട്രങ്ങളിതിന് ചിന്ന ഭിന്നമായി പോകും. അല്ലാഹുവേ IS-ന്റെ പേര് പറഞ്ഞ് കുവൈത്തിലേക്കുള്ള 4000 പട്ടാളത്തിന്റെ വരവ് ലോകം കയറ് പൊട്ടി ചിന്നുന്നത് പോലെ പോകാനുള്ള മറ്റൊരു കുറ്റത്തിന്റെ തുടക്കമാണോ? അറിയില്ല സഹോദരങ്ങളെ, ആവാതിരിക്കട്ടെ. ആ സമയത്ത് കടലിന്റെ തിരമാല വരുന്നത് പോലെ ലോകത്ത് മുഴുവൻ യുദ്ധം വരികയാ. ഒരു തിരമാല തീരും അടുത്ത തിരമാല വരുന്നത് പോലെ ആ സമയത്ത് യുദ്ധം ഇങ്ങനെ വരാൻ തുടങ്ങും. ഒരിടത്ത് അവസാനിക്കും, അടുത്തടുത്ത് തുടങ്ങും, അവിടെ അവസാനിക്കും, മറന്നെടുത്ത് തുടങ്ങും. അഫ്ഗാനിൽ തീർന്നാൽ ഇറാഖിൽ തുടങ്ങും, ഇറാഖിൽ തീർന്നാൽ കുവൈറ്റിൽ തുടങ്ങും, കുവൈറ്റിൽ തീർന്നാൽ സിറിയയിൽ തുടങ്ങും, സിറിയയിൽ തുറന്നാൽ പിന്നെ ഇന്ത്യയിൽ തുടങ്ങും. ഇങ്ങനെ ഓരോ തിരമാല പോലെ യുദ്ധങ്ങൾ പുറപ്പെടും. ആ സമയത്തൊരു മനുഷ്യന് ഒരു അഭയവും ഉണ്ടാവുകയില്ല, ഓടി രക്ഷപ്പെടാൻ ഒരു സ്ഥലവും ഉണ്ടാവുകയില്ല. അത് മുഴുവനും ഫലസ്തീനടക്കമുള്ള സിറിയടക്കമുള്ള ലോക അറബ് രാഷ്ട്രങ്ങൾ ആ യുദ്ധത്തിൽ തകർന്ന് തരിപ്പണമാകും. ആ യുദ്ധം നയിക്കുന്നവർ അവരുടെ കാര്യം കൈകൊണ്ട് ജസീറത്തുൽ അറബിനെ, അറബ് ലോകത്തിനെ ചവിട്ടി താഴ്ത്തി കളയും. ആ സമയത്ത് ലോക സമൂഹം മുഴുവനും വലിയ പരീക്ഷണത്തിലാവും. സഹോദരങ്ങളെ അരുതേ എന്ന് പറയാനെന്ന് ഒരാൾക്കും കഴിയില്ല. അന്നൊരാൺകുട്ടി ഉണ്ടാവില്ല. അരുതേ ഇത് നിർത്തുന്ന പറയാ.
നിർത്ത് എന്ന് പറയാൻ ഒരാളുമുണ്ടാവില്ല. അതൊരിടത്ത് നിർത്തിയാൽ അടുത്തടുത്ത് നിന്ന് തുറന്നു പോകും. അള്ളാഹു നമ്മുടെ ആ കാലഘട്ടത്തിൽ കാക്കട്ടെ. അന്ന് രക്ഷപ്പെടാനൊരു വഴിയുമുണ്ടാവില്ല. ആ സമയത്ത് അതിൽ പെട്ടുപോയ ഒരാളും രക്ഷപ്പെടുകയില്ല. വെള്ളത്തിൽ വീണ് മുങ്ങിച്ചാവാൻ പോകുന്നവൻ ചെയ്യുന്ന ഒരു ദുആയുണ്ട്. ആ ദുആ എന്ന് പറയുന്നവരല്ലാതെ അന്നൊരാളും രക്ഷപ്പെടില്ല. അന്നൊരു ദുആയുണ്ട്. പറഞ്ഞാരണോ? لا ينجو أحد منهم إلا من دعاك دعاء الغرق في الماء. വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ പോകുമ്പോ ഒരാൾ ചെയ്യുന്ന ദുആ ചെയ്യുന്നവരല്ലാതെ ആ കാലഘട്ടത്തിൽ രക്ഷപ്പെടില്ല. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിന്റെ അവസാനം ഞാൻ ആ ദുആയും കൂടി പറഞ്ഞു തരാം. അതൊരു ബുദ്ധിയുള്ള ദുആയാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ സൂക്ഷിക്കണേ അല്ലാ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ.